ഇന്ത്യൻ സിനിമാ ലോകത്ത് തൻ്റേതായ കയ്യൊപ്പ് ചാർത്തിയ ഗാനരചയിതാവും കവിയും ചലച്ചിത്ര സംവിധായകനും മലയാളത്തിൻ്റെ പ്രിയങ്കരനും അഭിമാനവുമായ ശ്രീകുമാരൻ തമ്പി സാറെ ഭദ്രദീപം കൊളുത്തി സർഗസ്മൃതിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. ഒപ്പം ചേരുന്നതിനായി മറ്റ് വിശിഷ്ടാതിഥികളെയും ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ കരിവെള്ളൂർ മുരളി, മിസ്റ്റർ പ്രമോദ് പയ്യന്നൂർ, ശ്രീ കരിവെള്ളൂർ മുരളി, ഓർമ്മ പ്രഭാഷണം നടത്തുന്ന കരിവെള്ളൂർ മുരളി, ശ്രീമതി ആർ പാർവതി ദേവി, ശ്രീ വി എസ് രാജേഷ്, ശ്രീ വിനോദ് വൈശാഖി, ശ്രീ ഷൈബു മുണ്ടക്കൽ, ശ്രീ ബൈജു ചന്ദ്രൻ, ആർട്ടിസ്റ്റ് സുജാതൻ, ശ്രീ റാഫി കാമ്പിശ്ശേരി, ശ്രീമതി മാല തോപ്പിൽ, സ്വാഗത പ്രഭാഷണം നടത്തിയ ശ്രീ റോബിൻ സേവിയർ, കൃതജ്ഞത പ്രഭാഷണം നടത്തുന്ന ശ്രീ മണക്കാട് രാമേന്ദ്രൻ, എൻ്റെ മുമ്പിലുള്ള സുമനസ്സുകളെ എല്ലാവർക്കും എൻ്റെ അഭിവാദനം. കാമ്പിശ്ശേരി കരുണാകരനും തോപ്പിൽ ഭാസിയും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ഗാഢമായിരുന്നുവെന്ന് ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ഭൂരിപക്ഷം പേർക്കും അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് ഞാനിവിടെ എത്തിയത് എറണാകുളത്ത് ഉള്ള ഒരു പ്രധാന പരിപാടി ഉപേക്ഷിച്ചിട്ടാണ്. അതിന് കാരണം ഇങ്ങനൊരു സംഘാതം നടക്കുമ്പോൾ ഞാൻ അതിൽ സംബന്ധിക്കാതിരിക്കുന്നത് കൃതജ്ഞതയാകും എന്ന് തോന്നിയതുകൊണ്ടാണ്. ഞാൻ അത്രമാത്രം കടപ്പാട് എനിക്ക് കാമ്പിശ്ശേരി കരുണാകരൻ എന്ന മനുഷ്യനോടുണ്ട്. ഈ രണ്ട് വ്യക്തികളും എൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനം ചെലുത്തിയവരാണ്. കാരണം ഞാൻ അറിയാതെ ഭാരതത്തിൽ എൻ്റെ ഒപ്പിട്ട് വാങ്ങി KPSC എന്നെ അംഗമാക്കിയ ആളാണ് കാമ്പിശ്ശേരി കരുണാകരൻ. ഞാൻ KPSC അംഗമാണെന്ന് അറിയുന്നത് അതിന് 20 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത്രമാത്രം എന്നെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് കാമ്പിശ്ശേരി കരുണാകരൻ. ഒരു കാലഘട്ടം, സത്യത്തിൻ്റെ കാലഘട്ടം, ആത്മാർത്ഥതയുടെ കാലഘട്ടം, യഥാർത്ഥ സ്നേഹത്തിൻ്റെ കാലഘട്ടം, യഥാർത്ഥ കമ്മ്യൂണിസത്തിൻ്റെ കാലഘട്ടം. ആ കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അത് 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ കോളേജ് പഠനം മതിയാക്കിയ അനേകം ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി ആ പാർട്ടി സംജാതമായപ്പോൾ കോൺഗ്രസിൽ നിന്ന് അങ്ങോട്ട് മാറി കമ്മ്യൂണിസ്റ്റുകാരായി മാറിയ യഥാർത്ഥ മനുഷ്യസ്നേഹികൾ, ഇവരുടെയൊക്കെ കൂട്ടത്തിലാണ് ഈ രണ്ടുപേരും വരുന്നത്. കാരണം 1942 വരെ കാമ്പിശ്ശേരി കരുണാകരൻ ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. ഇത് പലർക്കും അറിയാൻ പാടില്ലാത്ത കാര്യം. 1948 വരെ കാമ്പിശ്ശേരി കരുണാകരൻ ഞാൻ ജനിച്ച സ്ഥലമടങ്ങുന്ന ആലപ്പുഴ ജില്ലയിലെ ആ ഭാഗത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. 1948 അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നത്. നിങ്ങൾക്കറിയാം, കോൺഗ്രസിൽ വിപ്ലവകാരികൾ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി. അപ്പോൾ ഒരു സോഷ്യലിസ്റ്റ് മാർഗത്തിലേക്ക് ഇന്ത്യയെ നയിക്കണം എന്ന ലക്ഷ്യത്തോടെ ജയപ്രകാശ് നാരായണൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി. കുറെ കൂടെ കഴിഞ്ഞപ്പോൾ അതും പോരാ, അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി ഒരു വർഗ സമരം തന്നെ ആവശ്യമാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി സഖാവ് P. കൃഷ്ണയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി. അന്ന് ആദർശത്തിൻ്റെ പേരിൽ ചാവേറികളായ പുന്നപ്ര വയലാർ സമരത്തിൽ
ഭടന്മാർ, സമരഭടന്മാർ, അവരെയൊക്കെ ഇപ്പോൾ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറന്നു. അത് പിന്നെ കാലത്തിൻ്റെ ഒരു മന്ത്രജാലം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഏതായാലും ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തിൽ തികഞ്ഞ ആത്മാർത്ഥതയോടെ ജീവിതത്തിൽ നേടാവുന്ന പല നേട്ടങ്ങളെയും വിസ്മരിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങിയ സാംസ്കാരിക നേതാക്കന്മാരിൽ, സാംസ്കാരിക പ്രവർത്തകരിൽ മുൻനിരയിലുള്ള രണ്ടുപേരാണ് കാമ്പശ്ശേരി കരുണാകരനും തോപ്പിൽ ഭാസിയും. ശരിക്കും കാമ്പശ്ശേരി കരുണാകരനാണോ തോപ്പിൽ ഭാസിക്ക് പ്രചോദനമായത്, തോപ്പിൽ ഭാസിയാണോ കാമ്പശ്ശേരിക്ക് പ്രചോദനമായത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും കാമ്പശ്ശേരിക്ക് തന്നെയാണ് മുൻതൂക്കം. അത് തോപ്പിൽ ഭാസി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. രണ്ടുപേരും സംസ്കൃതം പഠിച്ചവരാണ്, സംസ്കൃത പണ്ഡിതന്മാരാകേണ്ടവരാണ്. കാമ്പശ്ശേരി കരുണാകരൻ മദ്രാസ് മെട്രിക്കുലേഷൻ പാസ്സായിട്ട് ഇന്നത്തെ SSLC അതിന് തുല്യമായ പരീക്ഷയാണ് മദ്രാസ് മെട്രിക്കുലേഷൻ. അപ്പോൾ കാമ്പശ്ശേരി കരുണാകരൻ മദ്രാസ് മെട്രിക്കുലേഷൻ പഠിച്ചിട്ട് തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജിൽ മഹോപാധ്യായ എന്ന ബിരുദത്തിനാണ് പഠിച്ചത്. അദ്ദേഹം ഒരു സംസ്കൃത പണ്ഡിതനാണ്. ഈ മഹോപാധ്യായ ബിരുദം നേടിയ കാമ്പശ്ശേരി കരുണാകരനും ആയുർവേദ വൈദ്യനാകേണ്ട വൈദ്യകലാനിധി തോപ്പിൽ ഭാസ്കരപിള്ളയും എത്രമാത്രം മാറി അവരുടെ ജീവിതത്തിൽ എന്ന് പരിശോധിക്കേണ്ടതാണ്. പക്ഷെ അവരുടെ ഈ വിദ്യാഭ്യാസ പശ്ചാത്തലം അവരുടെ പ്രവർത്തന മേഖലയിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഒരു കവിത വായിച്ച് കാമ്പശ്ശേരി കരുണാകരൻ ചെയ്തിട്ടുള്ള പ്രവൃത്തി എൻ്റെ അനുഭവത്തിൽ നോക്കുകയാണെങ്കിൽ കവിത എഴുതിയിട്ടില്ല. അദ്ദേഹം ഒന്നാം തരം നടനാണ്, അഭിനയിച്ചു, ഒരു നോവലെഴുതി, അഭിനയ ചിന്തകൾ എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു പഠനഗ്രന്ഥം എഴുതി. ഏതൊരു നടനും നടിക്കും ഒരു കൈപ്പുസ്തകമായി കൊണ്ടുനടക്കാൻ പാകത്തിലുള്ള പുസ്തകമാണ് അഭിനയ ചിന്തകൾ. അപ്പോൾ കൈനിക്കുന്ന കുമാരകളുടെ നാടകീയം, പിന്നെ അത് കാമ്പശ്ശേരിക്ക് ശേഷം വന്ന NN പിള്ളയുടെ കട്ടൻ, അങ്ങനെ അനവധി പുസ്തകങ്ങളുണ്ട് നമുക്ക് നാടകത്തെക്കുറിച്ച് പഠിക്കാൻ. കൃഷ്ണപിള്ളയുടെ നാടകത്തെക്കുറിച്ച് പഠന ഗ്രന്ഥമുണ്ട്. പക്ഷെ ഇതിനെക്കാട്ടൊക്കെ എല്ലാം വ്യത്യസ്തമാകുന്ന എങ്ങനെയാണ് കാമ്പശ്ശേരിയുടെ അഭിനയിച്ചതെന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ്. ആ അരങ്ങും തിരയും തമ്മിലുള്ള വ്യത്യാസം, അതായത് നാടകവും സിനിമയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നെല്ലാം വളരെ ലളിതമായിട്ടാണ് കാമ്പശ്ശേരി പറഞ്ഞിരിക്കുന്നത്. അഭിനയ ചിന്തകൾ എന്ന ആ ഗ്രന്ഥം. അന്ത്യദർശനം എന്ന് അദ്ദേഹം ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ അനുഭവങ്ങളിലേക്ക് വരാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ കാമ്പശ്ശേരി കരുണാകരൻ്റെ അഭിനയ ചിന്തകൾ, അന്ത്യദർശനം എന്നീ രണ്ട് ഗ്രന്ഥങ്ങളുടെ പ്രകാശനം കോഴിക്കോട്ടെ ടൗൺ ഹാളിൽ വെച്ചായിരുന്നു. അന്ന് ഇത് 1966 തുടക്കമാണെന്നാണ് എൻ്റെ ഓർമ്മ. കാമ്പശ്ശേരി അപ്പോൾ ഞാനൊന്ന് കോഴിക്കോട്ട് റീജിയണൽ ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ അസിസ്റ്റൻറ്റ് ടൗൺ പ്ലാനറാണ്. കാമ്പശ്ശേരി എനിക്കൊരു കത്തയക്കുന്നു. കാമ്പശ്ശേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സൗന്ദര്യവും നർമ്മബോധമാണ്. ഇത്രയും നർമ്മബോധമുള്ള ഒരു വ്യക്തിയെ എൻ്റെ ജീവിതത്തിൽ വേറെ ഞാൻ കണ്ടിട്ടില്ല. കാരണം മറ്റുള്ളവരെ പരിഹസിക്കുന്നതിനാൽ കൂടുതലായി അദ്ദേഹം സ്വയം പരിഹസിക്കും, തന്നെ പരിഹസിക്കും. അത് വളരെ വലിയ ഹൃദയമുള്ളവർക്ക് സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരെ ഒരു സറ്റയർ എഴുതുമ്പോൾ പോലും സ്വയം പരിഹസിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുക. അപ്പം അദ്ദേഹം
എനിക്കൊരു കത്തയച്ചു. ആ കത്ത് എൻ്റെ ഈ കാണാപ്പാടമാണ് എനിക്ക്. പ്രിയപ്പെട്ട തമ്പി അങ്ങുന്നന്, ഈ തമ്പി അങ്ങുന്നുള്ള പരിഹാസമാണ്. കാരണം അന്ന് ജന്മിത്വം നിലനിൽക്കുന്ന ആ കാലഘട്ടത്തിൽ സാധാരണ ജനങ്ങൾ തമ്പിമാർ, ഈ ജന്മിമാരായ തമ്പിമാരെ തമ്പി അങ്ങുന്ന എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട തമ്പി അങ്ങുന്ന എന്നുള്ളത് പരിഹാസമാണ്. പരിഹാസത്തിലാണ് പ്രിയപ്പെട്ട തമ്പി അങ്ങുന്നന്. കത്തിന് വാദ്യം ഇതാണ്: അഭിനയം എന്തെന്നറിയാത്ത ഞാൻ അഭിനയത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതി. അഭിനയം എന്തെന്നറിയാത്ത ഞാൻ അഭിനയത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതി. ആർക്കും നോവൽ എഴുതാവുന്ന ഈ കാലഘട്ടത്തിൽ ഞാനൊരു നോവൽ എഴുതി. ആർക്കും നോവൽ എഴുതാവുന്ന ഈ കാലഘട്ടത്തിൽ ഞാനൊരു നോവൽ എഴുതി. ഈ 2 പുസ്തകങ്ങളും കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് പ്രകാശനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവസാനം തമ്പിയങ്ങുന്ന് ഈ സംരംഭത്തിൽ പങ്കെടുത്ത് സംഭവം കുളമാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു. ഇതാണ് കാമശ്ശേരി. അത് അങ്ങ് വന്നിരുന്ന് ഒന്ന് കാര്യമായ രീതിയിൽ ഒന്ന് കുളമാക്കി തരണം എന്ന്. ഇതാണ് കാമശ്ശേരി കരുണാകരൻ എന്ന അദ്ദേഹത്തിൻ്റെ നർമ്മബോധം. അപ്പോൾ ഇത് വളരെയധികം അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം ഒരിക്കൽ ഈ കഥയും ഒരേ രീതിയിൽ പദ്യവും ഗദ്യവും കൈകാര്യം ചെയ്തതാണ് കുട്ടിക്കാലം മുതലേ. ഒരു വാരികയിൽ കവിത വരുമ്പോൾ അടുത്ത വാരിക ചെറുകഥയായിരിക്കും. അപ്പോൾ ഈ ഗദ്യവും പദ്യവും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മറ്റെഴുത്തുകാർക്ക് ഇയാളാര് എല്ലാം കൂടെ എഴുതാൻ, ഇയാൾ വലിയ മഹാനാണ്, കഥ എഴുതുന്നു, പാട്ട് എഴുതുന്നു, ഇയാളാര്, മറ്റുള്ളവർക്ക് ഒന്നും വിട്ടുകൊടുക്കില്ല, എല്ലായിടം എടുക്കുകയല്ലേ എന്ന് പരിഹസിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഈ പരിഹാസത്തെക്കുറിച്ച് ഞാൻ കാമശ്ശേരിയോട് സംസാരിച്ചു. ഇങ്ങനെ അപ്പോൾ കാമശ്ശേരി പെട്ടെന്ന് അകത്തെ മുറിയിൽ നിന്ന് കുറേ പുസ്തകങ്ങൾ കൊടുത്തു എനിക്ക്. എൻ മോഹനൻ്റെ നിൻ്റെ കഥ എൻ്റെയും, പ്രശസ്ത സാഹിത്യനായ പവനൻ്റെ ഒരു പുസ്തകം, അതായത് വളരെ പ്രശസ്തരായ എഴുത്തുകാരുടെ 4-5 പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, തമ്പി ഈ പുസ്തകാഭിപ്രായം എഴുത്, ഒരു നിരൂപകൻ കൂടാതെ. ശത്രുക്കൾ കൂടുന്നത് നമ്മുടെ വിജയത്തിൻ്റെ ലക്ഷണമാണ്, ഓർമ്മിച്ചോ. ശത്രുക്കളും അസൂയാലുക്കളും കൂടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വിജയിച്ചു എന്ന ലക്ഷണമാണ്. അതുകൊണ്ട് ഇനി ഒരു കാര്യം ചെയ്യും, നിരൂപണമൊക്കെ ചെയ്യും, പുസ്തകാഭിപ്രായം എഴുത്. ആ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് ഞാൻ പുസ്തകാഭിപ്രായം എന്ന പങ്ക്തിയിൽ എൻ്റെ ആ നിരൂപണ ലേഖനം വന്നു. അതായിരുന്നു കാമശ്ശേരി കരുണാകരൻ. തോപ്പിൽ ഭാസിച്ചേട്ടനും ഞാനും തമ്മിൽ വളരെയധികം അടുപ്പമുണ്ടായിരുന്നു പറഞ്ഞാലോ, ഒരു ഹൃദയബന്ധം നിലനിർത്തിയെന്ന് പറഞ്ഞാലോ അത് സത്യമല്ല. ഞാൻ തോപ്പിൽ ഭാസിച്ചേട്ടൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ ഒരു പടത്തും ഞാൻ പാട്ട് കേട്ടില്ല. അങ്ങനെ തോപ്പിൽ ഭാസിച്ചേട്ടൻ്റെ പടങ്ങൾക്കെല്ലാം പാട്ടിടുന്ന വയലാറാണ്. വയലാർ മരിച്ചതിന് ശേഷം ONV ആണ്. അപ്പം ഞങ്ങൾ കാണുന്നത് സിനിമയിൽ പ്രവർത്തിക്കുന്ന 2 വ്യക്തികൾ എന്ന നിലയിൽ അവിടെ കാണും, ചില സമ്മേളനങ്ങളിൽ കണ്ടുമുട്ടും. പക്ഷേ ഞാൻ അദ്ദേഹത്തെ കൊണ്ടൊരു തിരക്കഥ രചിച്ചു. കാരണം ഞാൻ നിർമ്മാതാവ് കൂടെയാണല്ലോ. മമ്മൂട്ടി നായകനാക്കി വിളിച്ചു വിളികേട്ടു എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത് തോപ്പിൽ ഭാസിയാണ്. ഞാൻ സംവിധാന ചിത്രങ്ങളിൽ മറ്റൊരാൾ തിരക്കഥ എഴുതിയ ഒരേ ഒരു പടം അതാണ്. ബാക്കി എല്ലാ പടങ്ങൾക്കും ഞാൻ തന്നെയാണ് എഴുതിയത്. അപ്പോൾ ആ തിരക്കഥ എഴുതിക്കാൻ വേണ്ടി ഞാൻ കായംകുളം KPS പോയി. ഭാസിച്ചോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് ഒരു പടത്തിന് തിരക്കഥ എഴുതണം. അതെന്തിനാ, തമ്പി ഒരുപാട് തിരക്കഥ എഴുതുന്നുണ്ട്, തമ്പിക്ക് എഴുതാമല്ലോ. അല്ല, മറ്റൊരു തിരക്കഥാകൃത്തിൻ്റെ തിരക്കഥ സംവിധാനം ചെയ്തെന്ന് എനിക്ക് ആഗ്രഹം. അതുകൊണ്ട്
ഈ ഫാസ്റ്റ് ചേട്ടൻ എഴുതണം ഈ കഥ ഇതാണ്, കഥയെ പറഞ്ഞു കൊടുത്തു, ഇതാണ് സ്റ്റോറി, ചേട്ടൻ അത് ഒരു ഓൺലൈൻ എഴുതി ഞാൻ ഡിസ്കസ് ചെയ്യാം, പിന്നെ ഡയലോഗ് ചേട്ടൻ എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അത്ര തിരക്കുണ്ടായിരുന്നില്ല, തിരക്കില്ലാത്ത സമയമാണ്. കാരണം ഈ ഡയബറ്റീസ് കൂടി ഒരു കാല് മുറിച്ചിരിക്കുന്ന സമയമാണ്, അദ്ദേഹം വിശ്രമിക്കുന്ന സമയമാണ്. അപ്പോൾ പെട്ടെന്ന് എന്നോട് ചോദിച്ചു, ഇതെന്താ സഹായധനമാണോ എന്ന് ചോദിച്ചു. സഹായധനമാണോ എനിക്ക്? ഞാൻ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല തമ്പി എനിക്കിപ്പോൾ കുറച്ച് പണം കൊടുത്തു തന്നാൽ ഞാൻ വാങ്ങില്ലെന്ന് തമ്പിക്കറിയാം, അപ്പോൾ അതല്ലാതെ എനിക്ക് കുറച്ച് പണം തരാൻ വേണ്ടി എന്നെക്കൂടി തിരക്കിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, എനിക്ക് മറ്റൊരാളിനെ കൊണ്ട് തിരക്കഥ എഴുതിക്കണം എന്ന് തോന്നി ഈ ചിത്രത്തിന്. അത് ഞാൻ കണ്ട എനിക്ക് ഏറ്റവും അടുപ്പമുള്ള തിരക്കഥാകൃത്ത് ഫാസ്റ്റ് ചേട്ടനാണ്. അതുകൊണ്ട് ഫാസ്റ്റ് ചേട്ടൻ അടുത്ത് വന്നു, അദ്ദേഹത്തിന് തിരക്കഥ എഴുതി, പടം പുറത്തു വന്നു. അങ്ങനെ തൂപ്പിൽ ഭാസി തിരക്കഥ എഴുതിയ പടത്തിന് പാട്ടെഴുതാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഭാസിച്ചേട്ടന് ഇപ്പോൾ മാല ഇരിക്കുന്നു, മാലയെ കണ്ടവരെ അനവധി വർഷങ്ങൾക്ക് ശേഷമാണ് മാലയെ കാണുന്നത്. ഞങ്ങൾ അകന്ന ബന്ധുക്കളാണ്. എൻ്റെ കുട്ടിക്കാലം, എൻ്റെ ഒരു പ്രഭാഷണം കഴിഞ്ഞ CPI സ്റ്റേറ്റ് കമ്മിറ്റി സമ്മേളനത്തിൽ, സാംസ്കാരിക സമ്മേളനത്തിൽ ഞാൻ നടത്തിയൊരു പ്രഭാഷണം യൂട്യൂബിൽ കിടപ്പുണ്ട്. എൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ആദ്യകാല ധീരന്മാർ എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ ആൾ ആർ ശങ്കരാനന്ദ തമ്പിയാണ്. കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രിയിലെ സ്പീക്കറായിരുന്ന ആർ ശങ്കരാനന്ദ തമ്പി എന്ന ആളാണ് എൻ്റെ കുട്ടിക്കാലത്ത്. എനിക്ക് 5-6 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ ഏറ്റവും ധീരനായ മനുഷ്യൻ. അദ്ദേഹത്തെ എനിക്ക് ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. വല്ലപ്പോഴൊക്കെ അസംബ്ലിയിൽ ആർ ശങ്കരാനന്ദ തമ്പി ഹാളിൽ പോയി ഇരിക്കുമ്പോൾ വളരെ അഭിമാനം തോന്നാറുണ്ട്, എനിക്ക് വളരെ അഭിമാനം തോന്നാറുണ്ട്. കാരണം ഒരു കുടുംബം തന്നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഒരു കുടുംബം തന്നെ ഇറങ്ങിത്തിരിച്ച ഒരു ചരിത്രമാണത്. ആർ ശങ്കരാനന്ദ തമ്പി, അദ്ദേഹം ഡോക്ടർ ആർ രാമകൃഷ്ണൻ തമ്പി, ഡോക്ടർ രാജശേഖരൻ തമ്പി, ഡോക്ടർ ആർ വേലായുധൻ തമ്പി, അവരുടെ 2 സഹോദരിമാർ സുഭദ്രമ്മ തങ്കച്ചിയും രാധമ്മ തങ്കച്ചിയും, എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്, ജീവിതം നശിപ്പിച്ചവരാണെന്നും പറയാം. കാരണം അവരൊന്നും പണം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊണ്ട് മുതലെടുക്കാൻ ശ്രമിച്ചിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ സമ്പാദിക്കാൻ ശ്രമിച്ചിട്ടില്ല. അവർ നഷ്ടപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് അവരെ ഞാൻ ഓർമ്മിക്കുന്നത്. കാരണം തമ്പിച്ചേട്ടൻ്റെ അച്ഛൻ എണ്ണക്കാട് കൊട്ടാരത്തിലെ തമ്പുരാനാണ്. ആ എണ്ണക്കാട് കൊട്ടാരത്തിലെ തമ്പുരാൻ്റെ അനുദ്രവൾ എൻ്റെ ഏറ്റവും മൂത്ത വല്യമ്മയുടെ മകൻ്റെ ഭാര്യയായിരുന്നു. അങ്ങനെ ബന്ധം ഉണ്ടായിരുന്നു എനിക്ക് തമ്പിച്ചേട്ടനുമായി. അപ്പോൾ ഞാൻ കാണുന്ന ആർ ശങ്കരാനന്ദ തമ്പി ഒളിച്ചിരിക്കുന്ന ശങ്കരാനന്ദ തമ്പിയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ 6 നാലുകെട്ടുകളുണ്ടായിരുന്നു. ഇവിടെ പല വീടുകളിലും, എൻ്റെ ബന്ധു വീടുകളിൽ തമ്പിച്ചേട്ടൻ ആരും അറിയാതെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ പാർട്ടിയോടുള്ള, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള സമീപനവും ആത്മാർത്ഥതയും, അതിനുവേണ്ടി അവർ സഹിച്ച ദുരിതങ്ങളും നേരിൽ കാണാൻ കഴിഞ്ഞ ഒരു ജീവിതമാണ് എൻ്റേത്. അതിൽ രാധമ്മ തങ്കച്ചി ഉണ്ണിരാജ വിവാഹം കഴിച്ചു, ശാരദാമ്മ തങ്കച്ചി ജോജു ചടയമൂർ വിവാഹം കഴിച്ചു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ ഹിന്ദു ക്രിസ്ത്യൻ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ ഭയപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിൽ, സമൂഹം ഒരിക്കലും അംഗീകരിക്കാത്തൊരു കാലഘട്ടത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇവരുടെ അമ്മാവനാണെങ്കിലോ നാട്ടിലെ ഏറ്റവും വലിയ കോൺഗ്രസ് നേതാവ് പാണ്ഡവത്ത് ശങ്കരപ്പിള്ള, അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ ജാഥ നയിക്കുമ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ പട്ടം താണു പിള്ള കി ജയ്,
പാണ്ഡവത്ത് ശങ്കരപ്പിള്ള കീജെ എന്നാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസ് നേതാവ് വട്ടംതാണുള്ള, ഞങ്ങളുടെ നാട്ടിലെ കോൺഗ്രസിൻ്റെ നേതാവ് പാണ്ഡവത്ത് ശങ്കരപ്പിള്ള. ഈ പാണ്ഡവത്ത് ശങ്കരപ്പിള്ളയുടെ സ്വന്തം അനന്തരവന്മാരാണ് ഈ തമ്പിമാർ, പെങ്ങളുടെ മക്കൾ. അപ്പോൾ അമ്മാവൻ അനന്തരവന്മാരുടെ ശത്രുവാണ്. അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്. ഈ കാലഘട്ടത്തിലാണ് ഭാസിച്ചേട്ടനും തമ്പിച്ചേട്ടനും ബന്ധുക്കളാവുന്നത്. സംഘടന തമ്പിച്ചേട്ടൻ്റെ അനന്തരവളാണ് മാലയുടെ അമ്മ. സംഘടന തമ്പിയുടെ അനന്തരവളയാണ് തോപ്പിൽ ഭാസി വിവാഹം കഴിച്ചത്. അപ്പോൾ ഈ കാലഘട്ടമൊക്കെ കമ്മ്യൂണിസം എന്താണ്, അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ്, നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഭാസിച്ചേട്ടനെക്കുറിച്ചുള്ള അനുഭവങ്ങളെക്കാൾ എനിക്ക് പറയാനുള്ളത് കാമ്പശ്ശേരിയുമായിട്ടുള്ള അനുഭവങ്ങളാണ്. കാമ്പശ്ശേരി കരുണാകരൻ ആണ് എൻ്റെ ആദ്യത്തെ നോവൽ കണ്ടെത്തി പ്രസിദ്ധീകരിക്കുന്നത്. കണ്ടെത്തി പ്രസിദ്ധീകരിക്കുന്നതാണ് അത്. എന്ന് പറഞ്ഞാൽ അത് ഞാൻ എഴുതിയ ഒരു നോവൽ, കാക്കത്തമ്പുരാൻ എന്ന നോവൽ ഞാൻ മാതൃഭൂമിക്ക് അയച്ചു. മറുപടി ഒന്നും കിട്ടിയില്ല. വർഷങ്ങൾ കടന്നുപോയി, ഞാനും മറന്നു. അപ്പോൾ 2-3 വർഷം കഴിഞ്ഞ് ഒരു കോപ്പി എടുത്ത് ജനയുഗത്തിന് അയച്ചു. ജനയുഗം വാരിക. ആ ജനയുഗം വാരിക 1964. അപ്പോൾ എനിക്ക് വയസ്സ് 24 ആകുന്നു. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ഡിഗ്രിയും കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ഉദ്യോഗം കിട്ടാൻ കാത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ പത്മരാജനാണ് എൻ്റെ ബന്ധു കൂടി. പത്മരാജനും എൻ്റെ ബന്ധുവാണ്. പത്മരാജനാണ് ഒരു ശ്രീവണ ദിവസം ഓടി വന്നതിനോട് പറയുന്നത്, നോവൽ ജനയുഗത്തിൽ വന്നിട്ടുണ്ട്, ജനയുഗ ഓണോഫീസർ പേജിൽ. ഏത് നോവൽ? അപ്പോൾ കാമ്പശ്ശേരി കരുണാകരൻ ഇത് പൂർണ്ണ നോവലായിട്ട് ജനയുഗം ഓണം വിഷയപ്രതിയിൽ പ്രസിദ്ധീകരിച്ചു. ആദ്യമായി, അതായത് മലയാറ്റൂർ രാമകൃഷ്ണനും ആ കാലഘട്ടത്തിലെ പ്രശസ്ത നോവലിസ്റ്റായ മലയാറ്റൂർ രാമകൃഷ്ണനൊക്കെ എഴുതേണ്ട നോവൽ അവരെഴുതിയ നോവൽ വരേണ്ട സ്ഥലത്ത് ഹരിപ്പാട്ട് ശ്രീകുമാരനബി എന്ന ആളിൻ്റെ നോവൽ ചേർത്ത എന്നെ ഉയർത്തിവിട്ട ആളാണ് കാമ്പശ്ശേരി കരുണാകരൻ. അപ്പോൾ എനിക്ക് കാമ്പശ്ശേരി പരിചയമില്ല. കാമ്പശ്ശേരി എനിക്ക് ഫോൺ ചെയ്യുകയാണ്. ഞങ്ങൾക്കത് പാലൽ കോളേജ് ഉണ്ടായിരുന്നു. ആ കോളേജിലെ ഫോണിലേക്ക് ഫോൺ ചെയ്ത് പറയുകയാണ്, ഉടനെ ഒരു നോവൽ എഴുതണം, നമുക്ക് തുറക്കഥയായിട്ട് കൊടുക്കാം ജനയുഗം വാരികയിൽ. അങ്ങനെ കുട്ടനാടൻ നോവൽ എന്നെക്കൊണ്ട് എഴുതിച്ചതും കാമ്പശ്ശേരി കരുണാകരനാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പോലും അറിയാതെ എന്നെ KPSC അംഗമാക്കിയത് കാമ്പശ്ശേരി കരുണാകരനാണ്. അപ്പോൾ അദ്ദേഹത്തെ എനിക്കൊരിക്കലും മറക്കാനാവില്ല. ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന നിർബന്ധമുള്ള വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് കാമ്പശ്ശേരി ഞാൻ എന്നും ഓർമ്മിക്കും. ഭാസിച്ചേട്ടനോടുള്ള എനിക്കൊരു പരാതി എന്ന് ചോദിച്ചാൽ, ഭാസിച്ചേട്ടൻ എന്നെ കാണുമ്പോഴൊക്കെ പറയും, തമ്പി നന്നാവണമെങ്കിൽ തമ്പി മദ്യപിക്കണം. ഭാസിച്ചേട്ടന് ഡയബറ്റീസ് കൂടി, എന്നിട്ട് മദ്യപാനം നിർത്തിയില്ല. അവസാനം പുള്ളിയുടെ സ്ഥിതി എന്തായാലും നമുക്കറിയാം. പക്ഷെ എന്നാലും എന്നെ കാണുമ്പോൾ ഇപ്പോൾ 1-ാം തരമായിട്ട് എഴുതുന്നു തമ്പി, 1-ാം തരം എഴുതുന്നു. പക്ഷേ അല്പം മദ്യപിച്ചാൽ ഇതിൻ്റെ ഡബിളായിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ പറഞ്ഞ ആളാണ് ഭാസിച്ചേട്ടൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യത്തിൽ വീട്ടിൽ പോയി ഞാൻ കണ്ടപ്പോൾ മദ്യപിക്കാതിരുന്നതിന് എന്നെ അഭിനന്ദിച്ചതും തോപ്പിൽ ഭാസിച്ചേട്ടനാണ്. നമ്മുടെ ഈ വളർച്ചയുടെ വഴികളിൽ, നമ്മുടെ പ്രത്യേകിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയുടെ വഴികളിൽ ശരിക്കും സ്വപ്നം കണ്ടവരും ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഠിനമായി
ജയിച്ചവരുമാണ് ഇവർ രണ്ടുപേരും. 1952 ഇവർ രണ്ടിനും തെരഞ്ഞെടുപ്പ് മത്സരിച്ച് രണ്ടുപേരും MLA-മാരായി. 1952 MLA ആയ കമ്പശ്ശേരി കരുണാകരന് രാഷ്ട്രീയത്തിൻ്റെ ആ കെട്ടുപാടുകളിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ തുടർന്ന് MLA ആകാനും മന്ത്രിയാകാനും ഒക്കെ കഴിയുമായിരുന്നു. പക്ഷേ അതായിരുന്നില്ല കമ്പശ്ശേരിയുടെ ലക്ഷ്യം. അധികാരമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹം പാർട്ടിയുടെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിച്ചു, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. ഭൂതയ ബില്ല് കൊണ്ടുവന്നു, വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നു, തൊഴിലാളികളുടെ ശമ്പളം വർദ്ധിപ്പിച്ചു, എല്ലാം ചെയ്തു. നമ്മുടെ ആദ്യത്തെ മന്ത്രിസഭ, യാതൊരു സംശയമില്ല, 1957 വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, ആദ്യത്തെ ഐക്യമുന്നണി മന്ത്രിസഭ ചെയ്യാവുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ എനിക്കെപ്പോഴും സംശയമുള്ളൊരു കാര്യമുണ്ട്. എന്നെക്കാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അറിയാവുന്ന കഴിവുള്ള വെള്ളിയൊക്കെ മറുപടി പറയേണ്ടതാണ്. 33 വർഷം കൽക്കട്ട ബംഗാൾ ഭരിച്ചത് ജ്യോതിബാസുവാണ്. ജ്യോതിബാസു എന്ന് പറഞ്ഞ് നമ്മുടെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. ഇടതുപക്ഷമാണ് ഭരിച്ചത് 33 കൊല്ലം തുടർച്ചയായിട്ട്. എന്നിട്ട് എന്തുകൊണ്ട് ബംഗാളി ശമ്പളത്തിന് വേണ്ടി കേരളത്തിൽ വരുന്നു? എന്തിന്? ബംഗാളികൾ ശമ്പളക്കൂടുതലിന് വേണ്ടി ഇപ്പോഴും കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 33 വർഷം അപ്പോൾ ജ്യോതിബാസു എന്ത് ചെയ്തു? എന്തുകൊണ്ട് അവിടെ തൊഴിലാളിയുടെ ശമ്പളം വർദ്ധിച്ചു? കേരളത്തിലെ നിരക്കിലേക്ക് അവിടുത്തെ തൊഴിലാളിയുടെ ശമ്പളം എന്തുകൊണ്ട് വർദ്ധിച്ചില്ല? അപ്പോൾ ഇവിടെ അതിൽ ഞാൻ തെളിയിക്കുന്ന കേരളത്തിൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നന്മകൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ 1500 രൂപ ഒരു കാർപ്പൻ്റർക്ക് കിട്ടുമ്പോൾ ഇന്ന് 750 രൂപ ബംഗാളിൽ കിട്ടുന്നില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ സംഭവിച്ചിട്ടുള്ള മഹത്വങ്ങളെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ തന്നെ ചില സത്യങ്ങളും നമ്മൾ തിരിച്ചറിയണം. കാരണം 33 വർഷം ഇടതുപക്ഷം ഭരിച്ച അവിടെ എന്തുകൊണ്ടൊരു കാർപ്പൻ്ററുടെ ശമ്പളം 1000 പോലും ആയില്ല? കേരളത്തിൽ എന്തുകൊണ്ടായി? അതിന് കാരണം ഞാൻ പറയാം. മലയാളി അടിസ്ഥാനപരമായി തലമുറകളായി സ്ഥിതി സമത്വം സ്വപ്നം കാണുന്നവരാണ്. ആ സ്ഥിതി സമത്വം സ്വപ്നം കണ്ടതുകൊണ്ടാണ് നമ്മൾ തിരുവോണം ആഘോഷിക്കുന്നത്. മാലോകരെല്ലാവരും ഒന്നുപോലെ ആകണമെന്ന് സ്വപ്നം കണ്ട ആദ്യത്തെ മലയാളികളാണ് കണ്ടത്, ആദ്യമായി കണ്ടത്. അതാണ് നമ്മുടെ തിരുവോണ സങ്കല്പം. അതുകൊണ്ടാണ് കമ്മ്യൂണിസം കേരളത്തിൽ വിജയിച്ചത്, അല്ലാതെ ആരുടെയും മിടുക്കൊന്നുമല്ല. ബംഗാളി ഇതിനെക്കാട്ടി വിജയിച്ചതാണല്ലോ. പക്ഷെ ബംഗാളി എന്തുകൊണ്ട് തൊഴിലാളികൾക്ക് കേരളത്തിൽ കിട്ടുന്ന ശമ്പളം കിട്ടുന്നില്ല? അപ്പം ഈ ലോകത്ത് ഈ കമ്പശ്ശേരിയും തോപ്പിൽ ഭാഷയൊക്കെ സ്വപ്നം കണ്ടു. ഇപ്പോൾ നമ്മുടെ കേരളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയതിൽ തോപ്പിൽ ഭാഷക്കുള്ള പങ്ക് നിസ്സീമമാണ്. കാരണം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കുന്ന ഒരൊറ്റ നാടകം കേരളത്തിൽ വരുത്തിയ മാറ്റം വളരെ വലുതാണ്, പ്രത്യേകിച്ചും ദക്ഷിണ കേരളത്തിൽ. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വരാൻ, ശക്തി പ്രാപിക്കാൻ ഏറ്റവും അടിത്തറയിട്ടത് തോപ്പിൽ ഭാഷയുടെ നാടകമായ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയാണ്. അതിലെ പ്രധാന കഥാപാത്രമായ പരവുകളായിട്ട് അഭിനയിച്ച ആളാണ് കമ്പശ്ശേരി കരുണാകരൻ. അത് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാം. കാരണം എനിക്ക് 12 വയസ്സാണ്. എനിക്ക് 11 വയസ്സ് കഴിഞ്ഞ് 12ാം വയസ്സിൽ കയറുമ്പോഴാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റൊക്കെ ഏറ്റവും പ്രസിദ്ധമാകുന്നത്. പൊന്നുരവൾ അമ്പിളിയിൽ കല്ലെറിയുന്നുള്ള പാട്ടൊക്കെ ഞങ്ങൾ പാടി കിടന്ന കാലം അതാണ്. അത് കഴിഞ്ഞും അദ്ദേഹത്തിൻ്റെ എല്ലാ നാടകങ്ങളും, തോപ്പിൽ എല്ലാ നാടകങ്ങളും, അശ്വമേധമായാലും എല്ലാം മാറ്റത്തിൻ്റെ കഥ പറഞ്ഞ നാടകങ്ങളാണ്. പുരോഗമനത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്ന നാടകങ്ങളാണ്. പക്ഷെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കൾ പോലും അതൊക്കെ മറന്നു. അത് വേറെ കഥ. വലതായി, ഇടതായി, CPI ആയി, CPM ആയി, പരസ്പര ശത്രുക്കളായി. അവർ ഒരുമിച്ച് നിന്ന കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ പറയാം. അവർ ഒരുമിച്ച് നിന്ന കാലഘട്ടത്തിലാണ് 1957 EMS മന്ത്രിസഭ വരുന്നത്.
അതിന് ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, SSLC വരെയുള്ള ഫീസ് ഇല്ലാതാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. മറ്റേ SSLC വരെ ഫീസ് ഉണ്ടായിരുന്നു. ഞാൻ 6 രൂപ കൊടുത്താണ് 9ാം സ്റ്റാൻഡേർഡിൽ പഠിച്ചത്. 9ാം സ്റ്റാൻഡേർഡിൽ 6 രൂപ പ്രതിമാസ ഫീസ് കൊടുത്ത് പഠിച്ചവനാണ് ഞാൻ. അപ്പോൾ തോപ്പിൽ ഭാഷയും കമ്മ്യൂണിസ്റ്റുകാരനാൻ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം സത്യസന്ധതയുടെ യഥാർത്ഥ കമ്മ്യൂണിസത്തിലേക്കുള്ള സ്വപ്നയാത്രയുടെ കാലഘട്ടമായിരുന്നു. ഇന്നും നമ്മൾ ആ സ്വപ്നം കാണുന്നു. അതുകൊണ്ട് ഈ ചടങ്ങ് നടത്തുന്നു. സ്വപ്നം എപ്പോഴും സത്യമാകാറില്ല. അതും നമ്മൾ തിരിച്ചറിയണം. കമ്മ്യൂണിസ്റ്റ് കരുണാകരനും തോപ്പിൽ ഭാഷയും കണ്ട സ്വപ്നം എന്താണ്? ആ സ്വപ്നത്തിലേക്കാണോ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്? അത് നമ്മൾ സ്വയം ചോദിക്കേണ്ടതാണ്. തികഞ്ഞ അഭിമാനത്തോടെ ഈ പരിപാടി, ഈ സമ്മേളനം, ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായും പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. സർഗസ്മൃതിയിൽ ഇന്ന് നമ്മോടൊപ്പം ചേർന്ന് തോപ്പിൽ ഭാസി, കാമ്പശ്ശേരി കരുണാകരൻ എന്നീ 2 ഇതിഹാസ പുരുഷന്മാരെക്കുറിച്ച് നമ്മോട് സംസാരിച്ചതിനും ഓർമ്മകൾ പങ്കുവച്ചതിനും തമ്പിസാൻ നന്ദി.